ഹായ് ഗൈസ്, എസ്മിക്കോ ഹോസ്പിറ്റലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് കുക്കുംബർ പച്ചടി. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന കുക്കുംബർ പച്ചടി. അതിനുവേണ്ടി നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ: ഒരു കുക്കുംബർ എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ തൊലി കളഞ്ഞ് ചെറിയ പീസായിട്ട് മുറിച്ചെടുക്കണം. പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞെടുക്കുക. കടുക് വറുക്കാൻ വേണ്ടി കടുക്, ചെറുള്ളി, ഉണക്കമുളക്, നമ്മുടെ കറിവേപ്പില. അരയ്ക്കാൻ വേണ്ടിയിട്ട് 1 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. നല്ല രീതിയിൽ തേങ്ങ അരച്ചെടുത്ത് കഴിഞ്ഞിട്ട് കടുക് അതിൻ്റെ അകത്തിട്ട് പൊട്ടിച്ചെടുക്കുക. അത്ര മതി. പിന്നെ 1 കപ്പോളം തൈര്. നമുക്കിപ്പോൾ തൈര് കൂടുതൽ എടുത്തിട്ടുണ്ട്. നമുക്ക് ഏകദേശം 1 കപ്പ് 1.5 കപ്പ് തൈര് മതിയാവും. അപ്പോൾ നമുക്കിനി ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. നമുക്ക് ഈ കുക്കുംബർ തൊലി പീൽ ചെയ്ത് അകത്തെ കുരു കളഞ്ഞ് ചെറുതായിട്ട് മുറിച്ചെടുക്കണം. നമുക്ക് ഈ പച്ചമുളകും അങ്ങനെ തന്നെ ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം. പച്ചമുളക് വേണമെങ്കിൽ തേങ്ങയ്ക്കകത്ത് അരച്ചെടുക്കുകയും ചെയ്യാം. ഞാനിപ്പോൾ അരിഞ്ഞിടുന്നത്. അപ്പോൾ നമ്മുടെ കുക്കുംബറും പച്ചമുളകും ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് തേങ്ങ അരച്ച് എടുക്കാം. അതിനുവേണ്ടി തേങ്ങ 1 കപ്പ് നമ്മുടെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ടു. പിന്നെ നല്ലത് അരച്ചുകൊണ്ട് വരാം. അപ്പോൾ നമ്മുടെ തേങ്ങ നല്ല രീതിയിൽ അരച്ചെടുത്തിട്ടുണ്ട്. നമുക്കിതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. ഇത് ജസ്റ്റ് ഒന്ന് പൊട്ടിച്ച് കൊണ്ടുവരാത്. ജസ്റ്റ് അത് പൊട്ടിച്ചാൽ മതി. അരച്ചെടുക്കണ്ട, ഒന്ന് പൊട്ടിച്ചെടുത്താൽ മതി. ജസ്റ്റ് നമ്മളൊന്ന് പൊട്ടിച്ചെടുത്തിട്ടുള്ളൂ കേട്ടോ. നമ്മുടെ കുക്കുംബർ അരിഞ്ഞെടുത്തിട്ടുണ്ട്. പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞെടുത്തു. തേങ്ങ അരച്ചെടുത്തു. നമുക്കിത് കുക്കിങ്ങിലുള്ള പരിപാടികൾ നോക്കാം. നമുക്കിതിലേക്ക് നമ്മുടെ പച്ചമുളക്, കുക്കുംബർ, കുറച്ച് വെള്ളം, ജസ്റ്റ് ഒന്ന് വെന്ത് കിട്ടാൻ വേണ്ടി. കുക്കുംബർ കാണുന്ന പോലെ അല്ല കേട്ടോ, എളുപ്പം വേകില്ല. നകക്കെ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. തീ കത്തിക്കാം. ഇതിലേക്ക് വെച്ച് കൊടുക്കാം. കൂട്ടത്തിൽ കുറച്ച് ഉപ്പൂടെ ആഡ് ചെയ്യാവേ. കുറച്ച് ഉപ്പ്. പിന്നെ നമുക്ക് അടച്ച് വെച്ച് വെച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ കുക്കുംബർ ഏകദേശം വെന്തിട്ടുണ്ട്. വെള്ളമൊക്കെ പറ്റി. തീ കുറച്ച് കൊടുത്തിട്ടുണ്ട്. നമുക്കിതിലേക്ക് നമ്മുടെ അരപ്പ് ചേർത്ത് കൊടുക്കാം. തേങ്ങയും കടുകും കൂടെ അരച്ചെടുത്തത്. ഇതിനോട് കുറച്ച് വെള്ളം കൂടെ ആഡ് ചെയ്യാവേ. ഒന്നും കൂടെ ഫ്ലെയിം ഒന്ന് കൂട്ടി കൊടുത്തു. ഒന്ന് ചൂടാക്കി എടുക്കുക തന്നെ വേണം. നിറച്ച് വെച്ച് 2 മിനിറ്റ് നല്ല രീതിയിൽ തിള വന്നാൽ മതി. ആ വെള്ളം ഒന്ന് ചെറുതായിട്ടൊന്ന് പറ്റി നമ്മൾ. ഏകദേശം നല്ല രീതിയിൽ തിള വന്നിട്ടുണ്ടേ. നമുക്ക് തീ ഓഫ് ചെയ്ത് കൊടുക്കാം. കാരണം തൈര് ഒഴിക്കുമ്പോൾ ചൂടുണ്ടാകാൻ പാടില്ല. ചിലപ്പോൾ പിരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. ഇതിലേക്ക് തിളയൊക്കെ കുറഞ്ഞു വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഈ തൈര് ആവശ്യത്തിന് തൈര് ചേർത്ത് കൊടുക്കാം. പുളി നോക്കട്ടെ. കുറച്ച് ഉപ്പും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. പുളി ഏകദേശം ഇത് മതി. അപ്പോൾ നമ്മളൊരു 4 തവി തൈര് ഒഴിച്ചിട്ടുണ്ട്. ചെറിയ തവിക്കാണ്. ആവശ്യത്തിന് ഉപ്പ് ഇട്ടു. നമുക്ക് ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുക്കാം. തീ കത്തിച്ചിട്ട് നമുക്ക് പിന്നെ സിമ്മിലിട്ട് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. തിളപ്പിക്കൊന്നും വേണ്ട കേട്ടോ. ജസ്റ്റ് ഒന്ന് ചൂടാക്കി കൊടുക്കുക. അപ്പം ചെറുതായിട്ട് ചൂടായിട്ടുണ്ട്. ഇത്ര മതി. തിളപ്പിക്കേണ്ട ആവശ്യമില്ല. നമുക്കിതിനെ ഓഫ് ചെയ്യാം. നമുക്ക് ഈ ബർണറിലേക്ക് തീ കത്തിച്ചിട്ട് നമുക്ക് ചെറിയ ചട്ടി വെച്ച് കൊടുക്കാം. അപ്പോൾ തീ കത്തിച്ച് നമ്മളൊരു ചെറിയ ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. കുറച്ച് വെളിച്ചെണ്ണ കടുക് വറുക്കാൻ വേണ്ടിയാണ്. കുറച്ച് വെളിച്ചെണ്ണ ആഡ് ചെയ്തു. ഒന്ന് ചൂടായി വരട്ടെ. എണ്ണ ചൂടായിട്ടുണ്ട്. നമുക്കതിലേക്ക് 1 സ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടിക്കഴിയുമ്പോൾ നമുക്ക് ചെറിയുള്ളി, അതിലേക്ക് നമ്മുടെ കറിവേപ്പില, കൂടെ വറ്റൽമുളക് കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ജസ്റ്റ് ഒന്ന് ഇളക്കിയെടുക്കുക. ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ പച്ചടി, കുക്കുംബർ പച്ചടി റെഡി ആയിട്ടുണ്ട്.
വളരെ എളുപ്പം, നമുക്ക് എല്ലാവർക്കും ട്രൈ ആവുന്നതാണ്. വളരെ എളുപ്പം തയ്യാറാക്കുന്നതാണ്. നല്ല സ്വാദിഷ്ടമാണ്, ടേസ്റ്റിയാണ്. ചോറ് കഴിക്കാനും അത്യാവശ്യം ഉപയോഗിക്കാൻ പറ്റും നമ്മുടെ പ്രവാസി സുഹൃത്തുക്കൾക്ക്. അപ്പം എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക, അഭിപ്രായങ്ങൾ പറയുക. എൻ്റെ പേജ് ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ഫോളോ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. യൂട്യൂബാണ് കാണുന്നതെങ്കിൽ യൂട്യൂബിൽ നിന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹാപ്പി ഓണം ആശംസിച്ചുകൊണ്ട് ഇസ്മിക്കോ സൈനിങ് ഓഫ്. ബൈ ബൈ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം, അഭിപ്രായങ്ങൾ അറിയിക്കാൻ വേണം. ബൈ ബൈ.